സൗദി അറേബ്യയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളാണ് തകർന്നടിഞ്ഞത്. വാൾസ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സുമാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി എത്തിയ ഈ വ്യോമസേനാ വിമാനങ്ങളാണ് തകർത്തപ്പെട്ടത്. 2 ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആദ്യം അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായ വിവരമോ മറ്റു നാശനഷ്ടങ്ങളുടെ വിവരമോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായി എത്തിയ KC-135 സൈനിക വിമാനം ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പ് തകർത്തതിന് പിന്നാലെ നടന്ന ഈ സംഭവം അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗണിനെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തരം ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനത്തിന് ഏകദേശം 1400 കോടിയിലധികം വില വരുന്നതാണ്. അങ്ങനെ കണക്കാക്കിയാൽ തകർക്കപ്പെട്ട വിമാനങ്ങളുടെ 8400 കോടിയിലധികമാണ് ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ബോയിങ് നിർമ്മിച്ച് KC-135 സ്ട്രാറ്റോ ടാങ്കർ ആദ്യമായി അമേരിക്കൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചത് 1950കളുടെ അവസാനത്തിലായിരുന്നു. ആകാശത്ത് വെച്ച് കൂടുതൽ നേരം പറന്നുകൊണ്ടു തന്നെ മറ്റ് വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ സാധിക്കുന്നതിനാൽ യുദ്ധമേഖലയിൽ ഇത്തരം വിമാനങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനിവാര്യമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഈ ടാങ്കർ വിമാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് ഈ വിമാനങ്ങൾക്ക് മണിക്കൂറിൽ ഏകദേശം 530 മൈൽ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും അത് വഹിക്കുന്ന ഇന്ധനത്തിന്റെ കൈമാറ്റം ചെയ്യുന്നതിന്റെ അളവനുസരിച്ച് ഏകദേശം 11,000 മൈൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നുമാണ്. സാധാരണയായി 4 ക്രൂ അംഗങ്ങളാണ് വിമാനം പ്രവർത്തിപ്പിക്കാൻ ഉണ്ടാവുക. വിദഗ്ധ പരിശീലനം ലഭിച്ച ഒരു പൈലറ്റ്, കോ പൈലറ്റ്, നാവിഗേറ്റർ, ബൂം ഓപ്പറേറ്റർ എന്നിവരും അമേരിക്കൻ കമാൻഡോകളിൽ ചിലരും വിമാനത്തിലുണ്ടാകും. ഈ വിമാനം വളരെ വലുതാണ്. അതായത് ഏകദേശം 136 അടി നീളവും ഏകദേശം 130 അടി ചിറകുകളുമുണ്ട്. കൂടാതെ 50,000 അടി ഉയരത്തിൽ പോലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധമുഖത്തിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളെയും ബോംബറുകളെയും നിരീക്ഷണ വിമാനങ്ങളെയും നിശബ്ദമായി പിന്തുണയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾ കൂട്ടത്തോടെ തകർക്കപ്പെട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ പ്രഹരം തന്നെയാണ്. അതേസമയം മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളായ USS എബ്രഹാം ലിങ്കനും USS ജെറാൾഡും ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ നിന്നും പിന്മാറേണ്ടി വന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്ന അമേരിക്ക പടിപ്പടിയായി തകർച്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ തകർച്ച ട്രംപിന്റെ തള്ളൽ കൊണ്ട് പുറത്തറിയുന്നില്ല എന്നും മാത്രം.